രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 3-ാം എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള ചരിത്രപരമായ ഗവേഷണത്തെക്കുറിച്ചാണ്. ഏതൊരു കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിന്റെ ചരിത്രം കൃത്യമായും വ്യക്തമായും എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചും അതുതന്നെ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള ചരിത്രം കൃത്യമായും വ്യക്തമായും എഴുതപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ കൗൺസിലിനെ കുറിച്ചുള്ള പഠനങ്ങളും പിൻതലമുറയ്ക്ക് നന്നായി നടത്താനായിട്ടാവുകയുള്ളൂ. മുൻ കൗൺസിലുകളെ അപേക്ഷിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചരിത്രം വളരെ മനോഹരമായി എഴുതപ്പെട്ടിട്ടുണ്ട്. വിവിധ ഭാഷകളിലെ വിവിധ രാജ്യങ്ങളിലെ ഗവേഷകരാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചരിത്രം എഴുതിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതിൽ ചിലത് സൂചിപ്പിച്ചാൽ, ഒന്നാമതായിട്ടുള്ളത് 1980 ബൊളേന യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടോ പെർ ലാ സിയൻസ് റിലിജിയോസ എന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഗുസിപ്പി അൽബെർഗിയോയുടെ നേതൃത്വത്തിൽ 5 വാള്യങ്ങളായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. അതാകട്ടെ ഇറ്റാലിയൻ ഭാഷയിൽ നിന്നും ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. 2005 ജർമ്മനിയിലെ ഫ്രൈബൂർഗിൽ നിന്നുള്ള ഹെർഡർ പ്രസാധകർ 6 വാള്യങ്ങളിലായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചരിത്രം വളരെ മനോഹരമായി ജർമ്മൻ ഭാഷയിൽ കുറിച്ചിട്ടുണ്ട്. ഓരോ കൗൺസിലും തുടങ്ങിയ പശ്ചാത്തലം, ഓരോ പ്രമാണരേഖയുടെയും പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരുകൾ, വിവരങ്ങൾ, അവരുടെ പശ്ചാത്തലങ്ങൾ, ഓരോ സമ്മേളനത്തിൻ്റെയും വിശേഷങ്ങൾ, ഓരോ പ്രമാണരേഖയുടെയും ഉള്ളടക്കം, അവയുടെ ഇന്നത്തെ പ്രസക്തി, അങ്ങനെ അതിമനോഹരമായ ഒരു ചരിത്ര പഠന പരമ്പരയാണ് 6 വാള്യങ്ങളിലായി ഹെർഡർ നൽകുന്നത്. അതുപോലെ തന്നെ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെൻട്രോ റിസേർഷെ സുൾ സ്റ്റുഡിയോ വത്തിക്കാനോ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വളരെ മനോഹരമായ ഒരു കൗൺസിൽ ചരിത്രവും രചിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് ഇന്ന് ആധികാരികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ആവശ്യത്തിലധികം പഠന സാമഗ്രികൾ ലഭ്യമാണ്. പഠിക്കുന്നവരുണ്ട്, പഠിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. പഠിച്ച് കൗൺസിലിന്റെ ചൈതന്യം കൂടുതൽ പ്രസരിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള തൽപരര് ധാരാളം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൗൺസിൽ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു.